الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر ذنب قابل التوب له الكتاب إليه الإياب وعليه الحساب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن التقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون വേദിയിലിരിക്കുന്ന സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ സമ്മേളനത്തെ സമ്പുഷ്ടമാക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധികളെ, നമ്മുടെ ഒത്തുചേരൽ കാരുണ്യവാനായ തമ്പുരാൻ പ്രതിഫലാർഹമായ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ആറുമാസത്തോളം കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആദർശ പടയോട്ടത്തിൻ്റെ അതിശക്തമായ കാഹളം മുഴക്കി കടന്നുപോയ ഒരു മഹാസംഭവത്തിന് ഔപചാരികമായി നാം സമാപനം കുറിക്കുകയാണ്. നാളെയുടെ രക്ഷക്കായി നാഥനെ അറിയണം എന്ന് കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിൻ്റെ ബുദ്ധിയോട്, കേരളത്തിൻ്റെ ചിന്തയോട്, കേരളത്തിൻ്റെ പ്രബുദ്ധതയോട്, കേരളത്തിൻ്റെ അറിവിനോട് കഴിഞ്ഞ 6 മാസക്കാലം ശക്തമായി നാം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരുന്നു. ഇനിയും നമുക്ക് നിർവഹിക്കാനുള്ളത് നിർവഹിച്ച പ്രവർത്തനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ തന്നെയാണ്. സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നിർണിതമായ ഒരല്പസമയം നിങ്ങളോട് സംസാരിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നാം ജീവിക്കുന്ന ലോകം വിലാപങ്ങളുടെ, രോദനങ്ങളുടെ, ആരുടെയൊക്കെയോ സങ്കടം പറച്ചിലുകളുടെ ലോകമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട, മനുഷ്യജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് ധാർമ്മികതയെപ്പറ്റിയോ മൂല്യബോധത്തെപ്പറ്റിയോ സദാചാരത്തെപ്പറ്റിയോ സംസ്കാരത്തെപ്പറ്റിയുള്ള പദങ്ങൾ പോലും വേരോടുകൂടെ പിഴുതെറിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും സംസ്കാരത്തെപ്പറ്റി സംസാരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ ലോകത്ത് ജീവിച്ച മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിത ശൈലിയും ഇടപെടലുകളും പ്രതികരണങ്ങളും
സ്വഭാവ പെരുമാറ്റങ്ങളുമാണ് സംസ്കാരത്തെ നിശ്ചയിക്കുന്നതെങ്കിൽ സമകാലീന സമൂഹത്തിന്റെ സാംസ്കാരികമായ നിലവാരത്തിന് ഒരളവെടുക്കൽ പോലും ആവശ്യമില്ലാത്ത വിധം നാം അധപ്പതിച്ചിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടം അധപ്പതിച്ചിട്ടുണ്ട്, നമ്മുടെ സംസ്കാരം അധപ്പതിച്ചിട്ടുണ്ട്. ഇതിൽ അഭിപ്രായാന്തരമില്ലാത്ത, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്, ഒരു ലോകത്താണ് ഞാനും നിങ്ങളും കഴിഞ്ഞുകൂടുന്നത്. സംസ്കാരത്തിന്റെ ഉത്ഥാനപതനങ്ങൾ മനുഷ്യ ചരിത്രത്തിന്റെ ഭാഗമാണ്. അത്യുന്നതമായ സാംസ്കാരിക മണ്ഡലങ്ങളിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യർ തന്നെ ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ അങ്ങേയറ്റം അധപ്പതിച്ചുപോയ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം ഉണ്ടായ ഉയർത്തെഴുന്നേൽപ്പുകൾ അതിശക്തമായ നവോത്ഥാനങ്ങളിലൂടെയായിരുന്നു. പ്രവാചകന്മാരിലൂടെ, മുജദ്ദിദുകളിലൂടെ, പരിഷ്കർത്താക്കളിലൂടെ, നവോത്ഥാന നായകന്മാരിലൂടെ ലോകത്തിന്റെ മുഴുവൻ ദിക്കുകളിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംസ്കാരത്തിനു വേണ്ടിയുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ശബ്ദങ്ങൾ ശക്തമായി ഉയർത്തപ്പെട്ടിരുന്നു. ജീവിക്കുന്ന സമൂഹത്തിന്റെ ഒരു ഉപമണ്ഡലം എന്ന നിലക്ക് നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരികമായ നിലവാരമെന്തോ അതിന്റെ കൃത്യമായ പ്രതിഫലനമാണ് ക്യാമ്പസുകളിൽ നാം കാണുന്നത്. ആ ക്യാമ്പസുകളുടെ സാംസ്കാരികമായ അധപ്പതനത്തിൽ നിന്നുള്ള മോചനത്തെ സംബന്ധിച്ച്, സാംസ്കാരികമായ ഔന്നിത്യത്തെ സംബന്ധിച്ച് വാചാലമായ സംസ്കാരങ്ങളും വാഗ്വാദങ്ങളും നമ്മുടെ സമൂഹത്തിൽ സമ്പന്നമായി യഥേഷ്ടം നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സാംസ്കാരികമായ അധപ്പതനവും അധാർമികതകളും ആദർശവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് അധപ്പതനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന, സാംസ്കാരികമായ ഔന്നിത്യത്തിനു വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്ന ഗുരുതരമായ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് MSM പോലെയുള്ള ഒരു പ്രസ്ഥാനം ക്യാമ്പസുകളുടെ സാംസ്കാരികമായ വീണ്ടെടുപ്പിനെ കുറിച്ച് ശക്തമായി ആലോചിക്കുന്നത്. ഇന്നലകളിൽ വരെ സാംസ്കാരികമായ അധപ്പതനം ഏതോ സാഹിത്യകാരന്റെ കഥാപാത്രത്തിന്റെ മാത്രം പ്രകൃതമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാലിഫോർണിയയിൽ വെച്ച് അന്തരിച്ച് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരുന്ന അമ്മയുടെ മൃതദേഹം ന്യൂയോർക്കിലെത്തുമ്പോ അത് കാണാൻ നിൽക്കാതെ സ്വന്തം ഇരുട്ടുമുറിയിൽ കയറി താൽക്കാലികമായി ഒരു വേശ്യയെ വാടകയ്ക്കെടുത്ത് അമിതമായി മദ്യപിക്കുന്ന തോമസ് ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ ബുദ്ധിയെ മുഴുവൻ സ്വാധീനിച്ച ഒരു കഥാപാത്രമായിരുന്നു. ഇന്നത് നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മളതിൽ തർക്കിക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലകളിൽ കഥാപാത്രമായി കഥകളിലൂടെ, കവിതകളിലൂടെ, സാഹിത്യകൃതികളിലൂടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട പലരും നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ, നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ യഥാർത്ഥ പ്രതീകങ്ങളായി സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്താണ്, ഒരു ലോകത്താണ് ഞാനും നിങ്ങളും കഴിഞ്ഞുകൂടുന്നത്. സാംസ്കാരികമായ അധപ്പതനങ്ങൾക്കെതിരെയുള്ള ചുവടുവെപ്പുകൾ നാം ആരംഭിക്കുമ്പോൾ, സംസ്കാരങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ശബ്ദത്തിന് നാം മോടികൂട്ടുമ്പോൾ, ധാർമ്മികമായ അപജയങ്ങളും സദാചാര രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളും കേവലമായ കാലചക്രത്തിന്റെ പഴക്കം കൊണ്ട് സംഭവിക്കുന്ന സംഗതികൾ എന്നതിലുപരിയായി അത് ചില ആദർശങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആദർശങ്ങളുടെ പിൻബലത്തോടെ, ചില ആശയങ്ങളുടെ പിൻബലത്തോടെ കടന്നുവന്ന് മനുഷ്യരുടെ സംസ്കാരത്തിനും മനുഷ്യരുടെ ധാർമ്മികതക്കും സദാചാര ബോധത്തിനും വിരുദ്ധമായ, എതിരായ നടപടിക്രമങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ശരീരത്തിന്റെ നിറം ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ വികാരമായിരുന്നു. വെളുത്തവന്റെ ഔന്നിത്യവും കറുത്തവന്റെ അധമത്വവും
ചില മനസ്സുകളുടെ വികാരം മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നത് നമ്മുടെ സമൂഹത്തിന്റെ ആദർശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആറ്റം ബോംബിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന യുറേനിയം എന്ന് പറയുന്ന രാസവസ്തുവാണോ അപകടകാരി? അതല്ല. മനുഷ്യരുടെ ശരീരത്തിന്റെ നിറം തീരുമാനിക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന രാസവസ്തുവാണോ അപകടകാരി എന്ന ചോദ്യത്തിന് മനുഷ്യ ശരീരത്തിന്റെ കറുപ്പ് നിർണ്ണയിക്കുന്ന മെലാനിനാണ് ഗുരുതരമായ അപകടകാരി എന്ന് വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് കാലം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ നിറവ്യത്യാസങ്ങൾ കറുപ്പും വെളുപ്പും എന്നത് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരാദർശമാണ്, ഒരാശയമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. വെള്ളക്കാരന്റെ ഇടയിൽ തന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, വെള്ളക്കാരന്റെ ഇടയിൽ തന്റെ അസ്തിത്വത്തിന് വേണ്ടിയാണ് കോടാനുകോടിയുള്ള തന്റെ വരുമാനത്തിന്റെ ചെറിയൊരു ശതമാനം ചെലവഴിച്ച് ലോകപ്രശസ്തനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം മാറ്റി അത്യപൂർവമായ ശസ്ത്രക്രിയയിലൂടെ വെള്ള മനുഷ്യനായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് എന്ന് നാം വായിച്ചതാണ്. അയാളുടെ മുമ്പിൽ കേവലമായ വികാരമല്ല കറുപ്പിനെ വെറുപ്പോടുകൂടെ കണ്ട് രംഗത്ത് വന്നത്. കറുപ്പിനെ വെറുപ്പോടുകൂടെ കണ്ട് രംഗത്ത് വന്നത് അയാളുടെ മുമ്പിലേക്ക് ചില ആദർശങ്ങളാണ്. ആ ആദർശങ്ങളെ മറികടക്കുന്നതിന് ആയിരക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ ചെലവഴിക്കപ്പെട്ടാലും തന്റെ ശരീരത്തിന്റെ നിറം മാറ്റി വെള്ളക്കാരനാകണം എന്ന് തീരുമാനിച്ചത് ഒരാദർശത്തെ അതിജീവിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അമേരിക്കക്കാരന്റെ ഒന്നാമത്തെ പ്രസിഡന്റിന് കറുത്ത പെണ്ണിൽ ഒരു പുത്രി ഉണ്ടായപ്പോ ആ പുത്രിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസിന് അദ്ദേഹം കത്തെഴുതി അവളുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന്. അമേരിക്കൻ കോൺഗ്രസിന് ആ പെൺകുട്ടി കറുത്തവളായി എന്നതുകൊണ്ട് സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. പ്രസിഡന്റ് മരിച്ചതിന്റെ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരു യുവതിയെക്കുറിച്ച് അമേരിക്കയുടെ സംസ്കാരത്തിൽ നിന്ന് നാം വായിക്കുന്നുവെങ്കിൽ അത് വികാരമല്ല, അതൊരാദർശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കത്രീനയുടെ കൊടുങ്കാറ്റിൽപ്പെട്ട് ചുഴലിയിൽപ്പെട്ട് പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ അവിടുത്തെ തുടർ പ്രവർത്തനങ്ങൾ, സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേഗതയുണ്ടായില്ലെന്ന് മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു. അതിന്റെ കാരണം കത്രീനയെ പോലെയുള്ള ചുഴലിക്കാറ്റുകൾ കടന്നുപോയ പ്രദേശങ്ങളിൽ ജീവിച്ചത് തൊലികറുത്ത സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു എന്നതത്രേ ഞാൻ സൂചിപ്പിക്കുന്നത്. തൊലിയുടെ നിറവ്യത്യാസങ്ങൾ വെളുപ്പിന്റെയും കറുപ്പിന്റെയും കേവലമായ വൈകാരികതയല്ല, ഒരാദർശത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന തിരിച്ചറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നമ്മൾ ഏത് രംഗത്തുള്ള അപജയങ്ങളെയും അധപ്പതനങ്ങളെയും പരിശോധിച്ചാലും അതെല്ലാം ബുദ്ധിജീവികളിലൂടെ, എഴുത്തുകാരിലൂടെ, സാഹിത്യകാരന്മാരിലൂടെ ആദർശമായി പ്രതീകവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ആത്യന്തികമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഒരു ലക്കമാണിത്. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി, പെണ്ണെഴുത്തിന്റെ കാവലാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാറാ ജോസഫ് ചുവന്ന തെരുവിനെ കുറിച്ചുള്ളവരുടെ സങ്കല്പം സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോ സംസ്കാരത്തെക്കുറിച്ച് നാം എത്ര ശക്തമായി ചിന്തിക്കണം, എവിടെ നിന്ന് നാം ആരംഭിക്കണം, നമ്മുടെ ചുവടുവെപ്പുകൾക്ക് ഉണ്ടാകേണ്ടുന്ന രാഗവും താളവും എന്താണ് എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ലൈംഗികത അടിച്ചമർത്തുന്ന ഒരു സമൂഹത്തിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഇന്ന് കേരളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ വർത്തമാനങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മതവും കുടുംബവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടി വ്യക്തിയുടെ ഏറ്റവും സ്വകാര്യവും സുന്ദരവുമായ ആനന്ദത്തെ, സുഖാനുഭൂതിയെ അടിച്ചമർത്തുന്നു. കുടുംബം ലൈംഗികതയുടെ വിഹാരരംഗമാണെന്നാണ് വെപ്പ്. ഈ വിഹാരരംഗങ്ങളിൽ നിന്ന് കയ്യിൽ കാശും അധികാരവുമുള്ള പുരുഷൻ ചുവന്ന തെരുവുകളിലേക്ക് ഓടിച്ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ കാട്ടുന്നത് എന്തുകൊണ്ടാണ്? ബലാത്സംഗങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ശരീരമാത്ര കേന്ദ്രിതമായ രതിക്കു വേണ്ടി ചുവന്ന തെരുവുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്തിനാണ്? കുടുംബത്തിൽ നിന്ന് കിട്ടാത്തത് നേടാൻ പുരുഷൻ സമാന്തര വഴികൾ സൃഷ്ടിക്കുന്നു എന്നല്ലേ ഇതിന്റെ ഉത്തരം? കുടുംബത്തിൽ നിന്ന് മാത്രം കിട്ടേണ്ട ലൈംഗിക സുഖാനുഭൂതി സ്ത്രീകൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഭർത്താവിൽ നിന്ന് മാത്രം കിട്ടേണ്ടുന്ന ലൈംഗിക സുഖാനുഭൂതി ഒരു സ്ത്രീക്ക് കിട്ടുന്നില്ലെങ്കിൽ സാറാ ജോസഫിന് അതിന് പരിഹാരമുണ്ട്. അവർക്ക് സമാന്തര വഴികൾ സൃഷ്ടിക്കാൻ പണവും അധികാരവും ഇല്ലാത്തതുകൊണ്ടും സാമൂഹികമായ അടിച്ചമർത്തലുകൾ ഉള്ളതുകൊണ്ടും മാത്രമല്ലേ ആൺവേശ്യകളുടേത് മാത്രമായ ചുവന്ന തെരുവുകൾ സൃഷ്ടിക്കപ്പെടാത്തതും സ്ത്രീകളുടെ ഉപഭോക്താക്കൾ അത്തരം തെരുവുകളിലേക്ക് ഓടിപ്പോകാത്തതും സ്ത്രീകൾക്ക് പണമില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് അധികാരമില്ലാത്തത് കൊണ്ടാണ്, സമൂഹത്തിൽ സ്വയം നിർണയാവകാശമില്ലാത്തത് കൊണ്ടാണ്. അതുണ്ടായിരുന്നുവെങ്കിൽ
പെണ്ണിന്റെ കയ്യിലേക്ക് അധികാരം വന്നാൽ, പെണ്ണിന്റെ കയ്യിലേക്ക് പണം വന്നാൽ, പെണ്ണിന്റെ കയ്യിലേക്ക് സ്വയം നിയന്ത്രണ അവകാശം വന്നാൽ, നാളെ ആൺവേശ്യകളുടെ തെരുവുകളാണ്, ആൺവേശ്യകളുടെ ചുവന്ന തെരുവുകളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്ന് പറയുന്നത് മലയാളത്തിലെ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടമ്മയായിരുന്നുവെങ്കിൽ അതവരുടെ അറിവുകളായി നമുക്ക് എഴുതി തള്ളാമായിരുന്നു. നമ്മളൊക്കെ ആദരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ വായനാ ലോകം ഏറെ പ്രതീക്ഷയോടുകൂടെ കാണുന്ന ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് നാളെ പെണ്ണിന് അധികാരം കിട്ടിയാൽ, നാളെ പെണ്ണിന് പണം കിട്ടിയാൽ, നാളെ പെണ്ണിന് സ്വാധീനം ഉണ്ടായാൽ ആൺവേശ്യകളുടെ ചുവന്ന തെരുവുകൾ സൃഷ്ടിക്കപ്പെടണം എന്ന് വാദിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളോട് ഇതാ സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ ആ ആലോചനക്ക് എത്രമാത്രം ഗൗരവം വേണമെന്ന്, അതിന് എത്രമാത്രം ശക്തി വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ കാലഘട്ടം. ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കേവലമായ വർത്തമാനമല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെന്നോ ജീവിച്ച് മരിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ചായ കുടിക്കുന്നത് പോലെയാണ് സ്ത്രീകളുമായുള്ള ബന്ധം എന്ന് പറഞ്ഞത് അയാളുടെ തമാശയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കേവലമായ അഭിപ്രായ പ്രകടനമല്ല. കമ്മ്യൂണിസത്തിൻ്റെതായി ലോകത്ത് വന്ന ഒരു തിയറിയാണ് എ ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി എന്ന് പറയുന്നത്. അതൊരു തിയറിയാണ്, അതൊരു സിദ്ധാന്തമാണ്. ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ, ഇഷ്ടപ്പെട്ട ആണിന്റെ കൂടെ ഇഷ്ടമുള്ളത്ര കാലം പരസ്പരം പങ്കുവച്ച് ജീവിച്ച് എന്നാണോ സ്വയം പിരിയണമെന്ന് തോന്നുന്നത് അന്ന് പരസ്പരം പിരിഞ്ഞു പോകാൻ മനുഷ്യർക്ക് അനുവാദമുണ്ടാകണം, മനുഷ്യർക്ക് അവകാശമുണ്ടാകണം, അധികാരമുണ്ടാകണം, സ്വാതന്ത്ര്യമുണ്ടാകണം എന്ന് വാദിച്ചത് ഒരു സിദ്ധാന്തമാണ്. എ ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ സിദ്ധാന്തം എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട് ഓമനത്വത്തോടുകൂടെ ലോകത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിച്ചത് കമ്മ്യൂണിസമാണ്. അപജയങ്ങളും സാംസ്കാരികമായ അധപ്പതനങ്ങളും തെമ്മാടിത്തരങ്ങളും അധാർമികതകളും കേവലമായ വികാരങ്ങളല്ല, ആദർശങ്ങളുടെ ആൾക്കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് ആ ബോധ്യമുണ്ടാകണം. കേരളത്തിലെ കലാലയ ക്യാമ്പസുകളിൽ ഇന്ത്യ ടുഡേ പോലെയുള്ള വാരികകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സർവേ നടത്തിയപ്പോ 40% ആൺകുട്ടികളും പെൺകുട്ടികളും അവിഹിതമായ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ഈ കണക്കിന്റെ ചൂട് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. തമിഴ്നാട്ടിലെ ഒരു സ്ത്രീ സിനിമാ നടി വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ ചില അറിവുകൾ വിളമ്പിയപ്പോ ആ അറിവുകൾ തുടർന്നുകൊണ്ട് ചില മലയാള വാരികകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ അഭിപ്രായ പ്രകടനങ്ങളുടെ സർവേ നടത്തിയപ്പോ കേരളത്തിലെ കൊച്ചി മുതൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് അടക്കമുള്ള പട്ടണങ്ങളിലെ ക്യാമ്പസുകളിലെ 40% കുമാരന്മാർ ക്യാമ്പസിന്റെ പ്രതിനിധികൾ പറഞ്ഞത് 40% ആളുകൾ അവിഹിതമായ ലൈംഗിക ബന്ധങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ട് എന്നതാണ്. എയ്ഡ്സിനെതിരെ കേരള സർക്കാർ കൊണ്ടുവന്ന കോണ്ടം, എനി ടൈം കോണ്ടം എന്ന് പേരിട്ട് കൊണ്ടുവന്ന കോണ്ടം നമ്മളെ പഠിപ്പിക്കുന്നത് നാളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക സ്കൂൾ യൂണിഫോം ഇട്ട് കോണ്ടവും പിടിച്ച് തന്റെ ലൈംഗികമായ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കോണ്ടവും പിടിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുവെങ്കിൽ എവിടെ നിന്നും തുടങ്ങണം നമ്മുടെ സാംസ്കാരികമായ വിമോചനത്തിന് വേണ്ടിയുള്ള നമ്മുടെ തേരോട്ടങ്ങളും പടയൊരുക്കങ്ങളും എന്ന തിരിച്ചറിവ് MSMലെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നളിനി ജമീല ഒരു 4ാം തരം വേശ്യയാണ്. ഒരു കാലഘട്ടത്തിൽ തന്റെ മാംസവും മാനവും ആരുടെയൊക്കെയോ മുമ്പിൽ പണയം വെച്ച് അതിനെ പണമാക്കി ജീവിതത്തെ തള്ളി നീക്കിയ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ എവിടെയോ കടന്നു ജീവിച്ച ഒരു 4ാം കിട പെണ്ണ്. അവൾ ഇന്ന് ജീവിക്കുന്നത് കേരളത്തിലെ സാഹിത്യകാരന്റെ നെറുകയിലാണ്. അവൾക്ക് പത്രമാധ്യമങ്ങളിൽ കോളങ്ങളുണ്ട്, അവൾക്ക് ചാനലുകളിൽ ദൃശ്യമാധ്യമങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട്, അവളുടെ പടങ്ങളുണ്ട്, അവളുടെ യഥേഷ്ടം ഫീച്ചറുകളുണ്ട്, വാർത്തയുണ്ട്, വാർത്താ പ്രാധാന്യമുണ്ട്. എവിടെ നിന്നാണ് അത് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ വിഗ്രഹവൽക്കരിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുമ്പിൽ നളിനി ജമീല ഉയർത്തപ്പെടുന്നത്? നമ്മുടെ മാധ്യമങ്ങൾ, വാരികകൾ, പ്രസിദ്ധീകരണങ്ങൾ, ചാനലുകൾ നളിനി ജമീലയെ പോലെയുള്ള ഒരു സ്ത്രീയെ കേരള സ്ത്രീകളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് എന്തിനാണ്? അതവരുടെ ഒരു മുദ്രാവാക്യത്തിന്റെ പേരിലാണ്. അവർ പറഞ്ഞത് കേരളത്തിലെ ഭാര്യമാരെക്കാൾ സ്വാതന്ത്ര്യം വേശ്യകൾ അനുഭവിക്കുന്നുവെന്നാണ്. ഭാര്യമാരെക്കാൾ സ്വാതന്ത്ര്യം വേശ്യകൾക്കുണ്ട്. താൽക്കാലികമായി വാടകയ്ക്കെടുക്കുന്ന കിടപ്പുമുറിയിൽ തന്നെ കാണാൻ കടന്നു വരുന്നവന്റെ മുമ്പിൽ മണിക്കൂറുകൾ തന്റെ ശരീരം പങ്കുവച്ചാൽ തനിക്ക് ലഭിക്കുന്ന വരുമാനമുണ്ടല്ലോ, ഭാര്യമാരുടെ വരുമാനത്തെക്കാൾ വലുതാണ് ആ വരുമാനം.
ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അധികാരത്തിന് കീഴിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ മണിക്കൂറുകളുടെ ഭർത്താക്കന്മാരാണ്. അവർ തരുന്ന പണത്തിന്റെ സ്വയം നിർണയാധികാരവും അവകാശവും ഞങ്ങൾക്കാണ്. അതുകൊണ്ട് കേരളത്തിലെ ഭാര്യമാരെക്കാൾ വേശ്യകൾ സ്വതന്ത്രരാണ് എന്ന് പ്രഖ്യാപിച്ച നളിനി ജമീല കേരളത്തിലെ പ്രബുദ്ധ ജനതയോട് ആവശ്യപ്പെട്ടത്, നാളത്തെ മലയാളി പെണ്ണുങ്ങളെ, നിങ്ങൾ ഭാര്യമാരാകാനല്ല, വേശ്യകളാകാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാകണം. അത് സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ്. വേശ്യകളാകണം, അതാണ് സ്വതന്ത്ര ലോകമെന്ന് കേരളത്തോട് പച്ചയായി വിളിച്ചു പറഞ്ഞ വേശ്യപ്പെണ്ണിനെ തങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നവർ നമ്മോട് വിളിച്ചു പറയുന്നത് സാംസ്കാരികമായ ധാർമ്മികമായ പ്രവർത്തനങ്ങളുടെ അതിന്റെ എല്ലാം വീണ്ടെടുപ്പിന് നമ്മൾ എവിടം തൊട്ട് ആരംഭിക്കണമെന്ന ശക്തമായ അധ്യാപനങ്ങളാണ്. നിങ്ങൾക്കറിയാം, കേരളം ഏറ്റവും കൂടുതൽ കുടുംബസമേതമുള്ള ആത്മഹത്യകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന നാട് കേരളമാണ്. കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന, കുടുംബസമേതം തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനത്തായിരുന്നു. കേരളം 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. നമ്മൾ വീണ്ടും ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്കിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായി കേരളം വീണ്ടും മാറി. 1,00,000 ഇന്ത്യ രാജ്യത്ത് 1,00,000 ആളുകളിൽ 11ഓളം ആളുകൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ 1,00,031 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. നാം നമ്മുടെ പദവികൾ ഉയർത്തി, ആത്മഹത്യാ നിരക്കിൽ പോലും നമ്മുടെ ശതമാനം ഉയർത്തി നമ്മൾ വന്നു. ആത്മസംഘർഷം അനുഭവിക്കുന്ന, വിഷാദ രോഗം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. മനോരോഗങ്ങൾക്കുള്ള, മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ 45% വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിന്റെ മണ്ണിലാണ്. ആത്മഹത്യ ചെയ്യുന്നവന്റെ എണ്ണം കൂടെ വർദ്ധിച്ചു വന്നു. നമ്മളോട് അത് ആവശ്യപ്പെടുന്നത് സാംസ്കാരികമായ വീണ്ടെടുപ്പിന് നമ്മൾ എവിടെ നിന്ന് ആരംഭിക്കണമെന്നാണ്. ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചു, കോഴിക്കോട് ജില്ലയുടെ ജില്ലാ പേജിൽ വായിച്ചു, 25 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ അക്ഷയ പദ്ധതിയിലൂടെ കമ്പ്യൂട്ടറിന്റെ പരിജ്ഞാനത്തിന്റെ വിസ്മയത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടറിന്റെ വിസ്മയ ലോകത്തേക്ക് 25 ലക്ഷം ആളുകൾ കടന്നു വരുമ്പോ നാളെ ഇവിടെ ആ 25 ലക്ഷത്തിന് വേണ്ടി നിർമ്മിക്കേണ്ടി വരുന്ന സൈബർ സ്റ്റേഷനുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അതിന്റെ പിന്നാലെയുണ്ട്. പോലീസ് സ്റ്റേഷനുകളെ പോലെ സൈബർ രംഗത്തെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റലോകത്തെ, പാപങ്ങളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ച് മാത്രം വിലയിരുത്താനും ശിക്ഷ വിധിക്കാനും സൈബർ സ്റ്റേഷനുകളെ കുറിച്ച് കേരളത്തിൽ അത് വേണമെന്ന ശക്തമായ വാദം രംഗത്ത് വന്ന് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ഇതെല്ലാം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, നമ്മൾ സാംസ്കാരികമായ അധപ്പതനമുണ്ട് എന്നറിയുന്നതോടൊപ്പം അതൊരു ആദർശമാണ്, ഒരു കാലഘട്ടത്തിന്റെ ആദർശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന നിലക്കാണ്. അതിന്റെ വീണ്ടെടുപ്പുകളെ കുറിച്ച്, സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതെവിടെ നിന്ന് ആരംഭിക്കണം എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. കേവലമായ വികാരങ്ങൾ നമ്മളെ നയിച്ചുകൂടാ. കാലഘട്ടത്തിന്റെ ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങൾ, കേവലമായ മുദ്രാവാക്യങ്ങൾ നമ്മളെ നയിച്ചുകൂടാ. നമുക്ക് വേണ്ട മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഭൗതികമായ കെൽപ്പ് നമുക്കുണ്ടാകണം. അടുത്ത 6 മാസക്കാലം കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥികൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഡെൻമാർക്കിലെ പത്രങ്ങളാകരുത്. അടുത്ത 6 മാസക്കാലം കേരളത്തിലെ മുസ്ലിം മലയാളി വിദ്യാർത്ഥികൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഡെൻമാർക്കിലെ വൃത്തികെട്ട ഏതോ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഒരു ചിത്രമാകരുത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്കുള്ള അജണ്ട തീരുമാനിക്കുന്നത് ആരാണ്? നാളെ നമ്മൾ നമ്മുടെ യോഗങ്ങളിൽ എന്ത് ചർച്ച ചെയ്യണം? നമ്മുടെ പ്രതിഷേധം എങ്ങനെയാകണം? നമ്മുടെ പ്രകോപനങ്ങൾ എങ്ങനെയാകണം? നമ്മൾ എങ്ങനെ ചിരിക്കണം? നമ്മൾ എങ്ങനെ ചിന്തിക്കണം? തീരുമാനിക്കുന്നത് ആരാണ്? അടിമത്തത്തെ കുറിച്ച് നമ്മൾ വാചാലമാകുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അടിമകളായത് മനുഷ്യന്റെ ശരീരം മാത്രമാണ്. ഇന്ന് അടിമത്തം അനുഭവിക്കുന്നത് ശരീരങ്ങളല്ല, മനസ്സുകളാണ്. നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, നമുക്ക് നമ്മുടെ മസ്തിഷ്കങ്ങൾ കൊണ്ട് ആലോചിക്കാൻ കഴിയാത്ത, നമുക്ക് വേണ്ട അജണ്ടകൾ നിർമ്മിക്കാൻ കഴിയാത്ത ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. 1997 മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു വാരികയിലൂടെ സക്കറിയയുടെ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കണ്ണുനീർ എന്ന തലക്കെട്ടോടെ. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കണ്ണുനീർ സാഹിത്യകാരനായ സക്കറിയ അത് അവതരിപ്പിച്ചാരംഭിക്കുന്നത് വിപ്പിംഗ് ബോയിയെ പറഞ്ഞുകൊണ്ടാണ്. വിപ്പിംഗ് ബോയ് ബ്രിട്ടീഷുകാർക്കിടയിൽ പഴയ രാജവംശ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായമാണ്. രാജകുടുംബത്തിൽ നിന്ന് സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അവർ കുറച്ച് കുഴപ്പക്കാരാണെങ്കിൽ, ശല്യക്കാരാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ വേറൊരു കുട്ടിയെ കൂടി പ്രതിനിധിയായി നിശ്ചയിക്കും.
ആ കുഴപ്പക്കാരനായ ശല്യക്കാരനായ കുട്ടി അധ്യാപകന്റെ ശിക്ഷ വാങ്ങേണ്ടുന്ന എന്തെങ്കിലും വികൃതികൾ ഒപ്പിച്ചാൽ രാജകുടുംബത്തിലെ കുട്ടികളെ സൃഷ്ടിക്കില്ല. അതിനു പകരം അവന്റെ പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ട കുട്ടിയാണ് ശിക്ഷിക്കപ്പെടുക. സക്കറിയ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലോക രാഷ്ട്രീയത്തിലെ വിപ്പിംബോയികൾ എന്ന് വേണമെങ്കിൽ മുസ്ലിങ്ങളെ പറയാം. ആരോ നിർമ്മിക്കുന്ന, ആരോ ചെയ്യുന്ന പാതകങ്ങളുടെ പാപവും പടിയും പലപ്പോഴും അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണ്. അതല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള അജണ്ടകൾ നമ്മളല്ലാത്തവരാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിലെ മലയാളികൾ അവരുടെ മതസംഘടനകളോ സാമൂഹ്യ സംഘടനകളോ സാംസ്കാരിക സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ വ്യത്യാസമില്ലാതെ അടുത്ത 6 മാസക്കാലം ശരീഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണോ? ഇവിടുത്തെ തീവ്രവാദികൾക്ക് തീരുമാനിക്കാൻ കഴിയും, ഇവിടുത്തെ ഭീകരവാദികൾക്ക് തീരുമാനിക്കാൻ കഴിയും, ഇവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് തീരുമാനിക്കാൻ കഴിയും. അടുത്ത 6 മാസക്കാലം നമ്മൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന്, നമ്മൾ എങ്ങനെ യോഗം കൂടണമെന്ന്, നമ്മുടെ യോഗങ്ങളിലെ ആലോചനകളും അജണ്ടകളും എന്താകണമെന്ന് അവർ തീരുമാനിക്കും. അതല്ലെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല. ഡെൻമാർക്കിലെ ഒരു പത്രത്തിന്റെ ഇത്തിരി പോന്ന കോളത്തിൽ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടപ്പോ ലോകം മുഴുവൻ അതിശക്തമായി പ്രകമ്പനം കൊണ്ടു. എന്തിനാണ് ഇത് ഇത്ര ശക്തമായ പ്രകമ്പനമുണ്ടായത്? ഡെൻമാർക്കിലെ പത്രത്തിന്റെ കോളം കണ്ടിട്ടല്ല. ഞാനോ നിങ്ങളോ ഡെൻമാർക്കിലെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രത്തിന്റെ കോളം കണ്ടിട്ടല്ല. പ്രവാചകനെതിരെ ഇതാ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു എന്ന അറിവ് നമുക്കുണ്ടായത്. നമ്മളൊക്കെ അത് കണ്ടത് ഇസ്ലാമിക ലോകത്തുനിന്ന് മുസ്ലിങ്ങളുടെ ഏതോ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെ കണ്ടുകൊണ്ടാണ്. എംബസികൾ കത്തുമ്പോ ആ എംബസികളിൽ നിന്ന് ഉയരുന്ന തീനാളങ്ങളെ കണ്ടുകൊണ്ടാണ് മുഹമ്മദ് നബി അപഹസിക്കപ്പെട്ടിരിക്കുന്നുവെന്നും മുഹമ്മദ് നബി ഇതാ ക്രൂരമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിനിതാ മുസ്ലിം ലോകം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയത്. ബസ്സുകൾക്ക് തീ കൊടുക്കുമ്പോ കത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളിൽ നിന്ന് ജീവന് വേണ്ടി പായുന്ന മനുഷ്യരുടെ നെട്ടോട്ടം കണ്ടുകൊണ്ടാണ് മുഹമ്മദ് നബിക്കെതിരെ എവിടെയോ ഒരു കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. 100 ആളുകളെയോ 1000 ആളുകളെയോ 10 ആളുകളെയോ ഒരീച്ചയെ പോലും നോവിച്ചുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അതിനെതിരെ പ്രതികരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? 10 മനുഷ്യരെ ചുട്ടുകൊന്ന് മുഹമ്മദ് നബിയുടെ കാർട്ടൂണെതിരെ പ്രതികരിക്കുന്നവർ യഥാർത്ഥത്തിൽ എന്താണോ നമുക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന അജണ്ടകൾ, ആ അജണ്ടകളുടെ പിന്നാലെ പോകുന്നവരാണ്. മുഹമ്മദ് നബിയുടെ തലയിൽ ബോംബ് വെച്ച് മുഹമ്മദിന്റെ അനുയായികൾ ലോകം മുഴുവൻ തീവ്രവാദത്തിന്റെ ആളുകളാണ് എന്ന് പ്രഖ്യാപിക്കാൻ ശ്രമം നടത്തുന്നവരുടെ പിന്നാലെ പോകുന്ന മുഹമ്മദ് നബിയുടെ അനുയായികളെല്ലാം ഭീകരവാദികളാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടത്തുന്നവരുടെ അജണ്ടകൾക്ക് ആക്കം കൂട്ടുന്ന അടിവരയിടുന്ന പ്രവർത്തനമാണ് മുസ്ലിം ലോകത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അജണ്ടകൾ തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ എങ്ങോട്ട് പോകണം നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. നമ്മൾ എന്താലോചിക്കണം നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. ആൾക്കൂട്ടത്തിലെ ഒരാളായി മാറരുത് നാം. ആൾക്കൂട്ടം ഒരു അതിശക്തമായ പ്രകടനം നടന്നു പോകുമ്പോ ആ പ്രകടനത്തിന്റെ ഇടയിൽ കൂക്കുവിളിയും മുദ്രാവാക്യങ്ങളും ഒച്ചപ്പാടുകളും ബഹളവും കയ്യടിയുമായി കടന്നു പോകുമ്പോ ആ പ്രകടനത്തിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു പക്ഷേ അരയിൽ നിന്ന് അവന്റെ ഉടുമുണ്ട് ഊരിയെന്ന് വരും, അത് ആകാശത്തിലൂടെ ചുഴറ്റിയെന്ന് വരും. അതൊരു മാസിന്റെ കൂടെ കൂടുമ്പോ, ഒരാൾക്കൂട്ടത്തിന്റെ കൂടെ കൂടുമ്പോ ഒരു വ്യക്തിക്ക് വരുന്ന മാനസികമായ വ്യത്യാസത്തിന്റെ ഭാഗമാണ്. ഒറ്റയ്ക്ക് ആ മനുഷ്യൻ കോഴിക്കോട് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ഉടുമുണ്ട് അയാൾ ഊരില്ല, ആകാശത്തിലൂടെ അയാൾ വീശില്ല. അതയാൾക്ക് സംഭവിക്കുന്നത് ആൾക്കൂട്ടത്തിന്റെ കൂടെ കൂടുമ്പോ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ്. നമുക്ക് നിർവഹിക്കാനുള്ളത് ആൾക്കൂട്ടത്തിന്റെ കൂടെ കൂടലല്ല. നാം ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മാറി നിന്ന് നമ്മളൊരു പ്രത്യേക വിഭാഗമായി മാറി നിന്ന് ആൾക്കൂട്ടം എങ്ങോട്ട് പോകുന്നുവെങ്കിൽ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ, ലക്ഷ്യം തീരുമാനിക്കപ്പെട്ട ലക്ഷ്യത്തിലേക്ക് അതിശക്തമായ കാൽവെപ്പുകളോടെ മുമ്പോട്ട് പോകാൻ, തിരിഞ്ഞു നടക്കാനുള്ള ആത്മീയമായ ആദർശപരമായ കരുത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ക്യാമ്പസുകളായിരുന്നാലും നമ്മുടെ കുരുന്നുകളായിരുന്നാലും നമ്മുടെ ചെറിയ സ്കൂളിൽ ജീവിക്കുന്ന, സ്കൂളുകളിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനുജന്മാരായിരുന്നാലും അവരിതാ കേരളത്തിലെ, ഇന്ത്യ രാജ്യത്തെ ചില തീവ്രവാദികളുടെ അജണ്ടകളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ തീവ്രവാദികളും ഭീകരവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളും കടന്നു വന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സ്വാധീനിക്കുകയും ഇസ്ലാമും മുസ്ലിങ്ങളും എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സ്വയം നിർണയാവകാശം തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി ആലോചിക്കാനുള്ള, വികാരങ്ങൾക്ക് അതീതമായി വിചാരപരമായി ലോകത്തെ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കരുത്താണ് വിദ്യാർത്ഥി തലമുറയെ സംബന്ധിച്ചിടത്തോളം, ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേടിയെടുക്കാനുള്ളത്. ഇവിടെ എങ്ങനെയാണ് വിമോചനം എന്നതിനെ കുറിച്ചാണ് നമുക്ക് കാഴ്ചപ്പാടില്ലാത്തത്. നമ്മുടെ ലോകത്തിന് കാഴ്ചപ്പാടില്ലാത്തത് വിമോചനം
എങ്ങനെയാകണമെന്നതിനെ സംബന്ധിച്ചാണ്, സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പ് എവിടെ നിന്ന് ആരംഭിക്കണമെന്നതിനെ സംബന്ധിച്ചാണ്. ലോകത്ത് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടപ്പോ അവരുടെ സാംസ്കാരികമായ ഉത്ഥാനപതനങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ്. മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിന്റെ അവയവങ്ങളുടെ സംവിധാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ വേണമെന്ന് ലോകത്ത് ഇന്നേ വരെ ആർക്കും അഭിപ്രായം ഉണ്ടായിട്ടില്ല. മനുഷ്യന്റെ മുഖത്തുനിന്ന് അവന്റെ കണ്ണുകളെ മാറ്റി അവന്റെ കാൽപാദങ്ങൾക്കടിയിൽ വെച്ചാൽ അതാണ് മനുഷ്യർക്ക് നല്ലതെന്ന് ആരും അഭിപ്രായപ്പെട്ടില്ല. മുഖത്തുനിന്ന് മൂക്ക് മാറ്റി അത് കൈപ്പത്തിക്കുള്ളിൽ വെച്ചാൽ അതാണ് മനുഷ്യ ശരീരത്തിന് നല്ലതെന്ന് ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും സുന്ദരമായ, ഏറ്റവും അനിവാര്യമായ, ഏറ്റവും ശരിയായ അവസ്ഥയിലാണ് ഇതാ മനുഷ്യലോകം, മനുഷ്യരൊന്നാകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ സുമ്മറദനാഹു അസ്ഫല സാഫിലീൻ. ആ സൗന്ദര്യമുള്ള മനുഷ്യൻ തന്നെ, സൗന്ദര്യമുള്ള സ്വഭാവമുള്ള മനുഷ്യൻ തന്നെ, സൗന്ദര്യമുള്ള സംസ്കാരം നൽകപ്പെട്ട മനുഷ്യൻ തന്നെ അധമനായി എടുക്കാൻ പറ്റാത്ത നാണയമായി തള്ളപ്പെടുന്ന അധപ്പതിച്ചു പോകുന്ന അവസ്ഥയും മനുഷ്യർക്ക് സംഭവിക്കാം. അത് സംഭവിക്കാതെ രക്ഷപ്പെടുന്നത് ആരാണ്? അത് സംഭവിക്കാതെ രക്ഷപ്പെടുന്നത് ആരാണ്? നമ്മുടെ ബുദ്ധിയുടെ മുമ്പിലുള്ള ചോദ്യം അതാണ്. അപജയങ്ങൾ സംഭവിക്കാതെ, അധപ്പതനങ്ങൾ സംഭവിക്കാതെ, സാംസ്കാരികമായ രംഗത്ത് വീഴ്ചകൾ സംഭവിക്കാതെ മോചനം ലഭിക്കുന്ന ജനവിഭാഗം ആരാണ്? ഇല്ലല്ലദീന ആമനു. അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരൊഴികെ. ഇത് ഈ ലോകത്തോട് മുഴുവൻ നാം വിളിച്ചു പറയണം. ഇത് ഈ ലോകത്തോട് മുഴുവൻ നാം വിളിച്ചു പറയണം. സാംസ്കാരികമായ അപജയങ്ങൾക്കെതിരെ ശബ്ദിച്ചു തുടങ്ങുമ്പോൾ മനുഷ്യന്റെ വിശ്വാസത്തെ പറ്റിയാണ് മനുഷ്യനോട് പറയേണ്ടതെന്ന്. ധാർമ്മികമായ അധപ്പതനങ്ങൾക്കെതിരെ നാം പടയൊരുക്കം നടത്തുമ്പോൾ മനുഷ്യരുടെ വിശ്വാസങ്ങളിലെ ജീർണതകളും തകർച്ചകളും ന്യൂനതകളും പോരായ്മകളുമാണ് മനുഷ്യലോകത്തോട് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് പറയാനുള്ള കരുത്ത്, ആദർശപരമായ ആർജവം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ 14 മുമ്പ് സാംസ്കാരികമായി 0 അപ്പുറം -ഡിഗ്രിയിൽ നിന്ന ഒരു സമൂഹത്തെ ലോകോത്തര ജനതയായി, ഒരു ജനസമൂഹമായി, ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ജനസമൂഹമായി ഉയർത്തിക്കൊണ്ടുവന്നത്, വളർത്തിക്കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിന്റെ ഈ ക്രമപ്രവൃദ്ധമായ പ്രവർത്തനത്തിലൂടെയായിരുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. നാം എന്ത് മുദ്രാവാക്യം തെരഞ്ഞെടുക്കുമ്പോഴും, നാം എന്ത് അജണ്ട തെരഞ്ഞെടുക്കുമ്പോഴും അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാകണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാകണം. നമ്മുടെ ചരിത്രത്തിന്റെ ഓർമ്മ ദിനങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ മീഡിയകളാകരുത്. നമ്മുടെ പോലും വർത്തമാനങ്ങളിൽ മീഡിയകൾ നമുക്കുണ്ടാക്കി തരുന്ന സിംബലുകളെ അതേപോലെ ഏറ്റുപാടാനുള്ള ഒരു വാഞ്ച പലപ്പോഴും നമ്മളൊക്കെ പ്രകടിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയും സെപ്റ്റംബർ 11 മുമ്പ്, സെപ്റ്റംബർ 11 ശേഷം. എന്താണ് ഈ സെപ്റ്റംബർ 11 പ്രത്യേകത? സെപ്റ്റംബർ 11 പ്രത്യേകത എന്താണ്? ലോകത്തൊരു സെപ്റ്റംബർ 11 മാത്രമാണോ അക്രമമുണ്ടായത്, കലാപമുണ്ടായത്, സംഘർഷമുണ്ടായത്? എന്തിനാണ് ലേഖനങ്ങളുടെ തലക്കെട്ടുകളിൽ സെപ്റ്റംബർ 11 ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നത്? പത്രക്കാരന്റെ കുറിപ്പുകളിൽ സെപ്റ്റംബർ 11 ആവർത്തിച്ച് കടന്നു വരുന്നത് എന്തിനാണ്? എന്തെഴുതുമ്പോഴും സെപ്റ്റംബർ 11 മുമ്പെന്നോ സെപ്റ്റംബർ 11 ശേഷമെന്നോ ആവർത്തിക്കുന്നവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കുടിലമായ താല്പര്യം എന്താണ്? നിങ്ങൾക്കറിയില്ലേ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് നാം പരീക്ഷിച്ചപ്പോ നഷ്ടപ്പെട്ടത്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പരീക്ഷിക്കപ്പെട്ട ദിവസം, ആ മാസം, ആ ഡേറ്റ് അറിയുന്ന എത്ര ആളുകളുണ്ട്? അതെവിടെയൊക്കെ ആവർത്തിക്കപ്പെടാറുണ്ട്. അത് ആവർത്തിക്കില്ല. അത് പത്രകോളങ്ങളിൽ പ്രത്യക്ഷപ്പെടില്ല. കാരണം അത് ചെയ്ത കൈകൾ വിശുദ്ധമായ കൈകളാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട് ലക്ഷങ്ങളെ കൊന്ന് ഇന്നും അവിടെ പറന്നു വീഴുന്ന മനുഷ്യ മക്കളെ അന്ധന്മാരായി, ബധിരരായി, കണ്ണു കാണാത്ത, കാതു കേൾക്കാത്ത, കൈകാലുകൾക്ക് ശേഷിയില്ലാത്ത ദുർബല ജനവിഭാഗങ്ങളായി പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഹിരോഷിമയിലും നാഗസാക്കിയിലും പിഞ്ചുമക്കൾ പറന്നു വീഴുന്നുവെങ്കിൽ അതിന്റെ കാരണക്കാരുടെ കൈകൾ ലോകം വാഴ്ത്തുന്നത് പരിശുദ്ധമാണെന്നാണ്. ആ കർമ്മം ചെയ്തവന്റെ ആ പരിശുദ്ധമായ കൈകളെ കൊണ്ട് ചെയ്ത കർമ്മത്തിന്റെ പാതകം ലോകം തീയതിയും മാസവും വെച്ച് ഓർക്കാറില്ല. അതിനെതിരെ ആ അതിക്രമത്തിനെതിരെ ആര് ശബ്ദിച്ചുവോ അത് പ്രകോപനപരമായി പ്രതികരിച്ചാലും അത് സമാധാനപരമായി പ്രതികരിച്ചാലും അതിനെ ലോകത്തിന്റെ മുമ്പിൽ വിഗ്രവൽക്കരിക്കപ്പെടും. നമ്മൾ പോലും പലപ്പോഴും ഉദ്ധരിക്കും സെപ്റ്റംബർ 11 മുമ്പ് ഇസ്ലാമിക ലോകത്തുണ്ടായ മാറ്റങ്ങൾ, സെപ്റ്റംബർ 11 ശേഷം ഇസ്ലാമിനുണ്ടായ സ്വാധീനങ്ങൾ എന്ന രൂപത്തിൽ ആ തീയതിയെ, ആ മാസത്തെ നമ്മൾ പോലും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് നമ്മളല്ല പലപ്പോഴും ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നമ്മളെ കൊണ്ട്
വായിപ്പിക്കുന്നതും നമ്മളുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും ഈ രൂപത്തിൽ പരുവപ്പെടുത്തിയെടുക്കുന്നതും നമ്മളല്ല, നമ്മുടെ പുറത്തു നിൽക്കുന്നവർ ഉണ്ടാക്കുന്ന, നമ്മുടെ എതിരാളികൾ ഉണ്ടാക്കുന്ന, നമ്മുടെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന അജണ്ടകളുടെ കൂടെ പോകാനുള്ള ഗതികേടുള്ളവരായി നാം മാറപ്പെട്ടു. നമ്മൾ മാത്രമല്ല, ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾ എന്ന ഗതികേടിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ എന്ത് പറയണം, നാം തീരുമാനിക്കണം. RSS കാരനും DYFI കാരനും കോൺഗ്രസ് കാരനും യൂത്ത് ലീഗ് കാരനും കൊക്കക്കോളക്കെതിരെ പറയുമ്പോ ഞാനത് പറഞ്ഞില്ലെങ്കിൽ നാണക്കേടായില്ലേ എന്ന് വിചാരിക്കുന്ന ആ കോംപ്ലക്സ് ഉണ്ടല്ലോ, അധമ മനോഗതി, അത് നമ്മുടെ പരാജയത്തിന്റെ ആരംഭമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്ലാച്ചിമടയിലെ ഒരു പഞ്ചായത്തിലെ, പെരുമാട്ടി എന്ന് പറയുന്ന പഞ്ചായത്തിലെ 100 കുടുംബങ്ങളുടെ കിണറുകളിലെ വെള്ളം വറ്റി അവർക്ക് കുടിവെള്ളമില്ലാതെയാകുന്ന പ്രശ്നത്തെ കുറിച്ചല്ല നമുക്ക് ലോകത്തോട് പറയാനുള്ളത്. ശാഖാപരമായ അത്തരം വിഷയങ്ങളെ കുറിച്ചല്ല, മൗലികമായ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ്. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലെ 100 കുടുംബങ്ങളിലെ കിണറുകളുടെ വെള്ളം വറ്റിയാൽ ആ 100 കുടുംബങ്ങളെ അതിന്റെ ദുരന്തം അനുഭവിക്കൂ. നിങ്ങൾക്കറിയുമോ കുടിവെള്ളത്തിന്റെ പ്രാധാന്യം? അത് നാം ലോകത്തോട് ചോദിക്കണം. കുടിവെള്ളത്തിന്റെ മുമ്പിൽ ജാതിയില്ല. ഹിന്ദുവിന് ദാഹിക്കുമ്പോൾ വേണ്ടത് ഒരിറ്റ് കുടിവെള്ളമാണ്, ക്രിസ്ത്യാനിക്ക് ദാഹിക്കുമ്പോൾ അവൻ ആവശ്യം ഒരിറ്റ് കുടിവെള്ളമാണ്. ലോകത്ത് യുക്തിവാദിയുടെ, നിരീശ്വരവാദിയുടെ, ഭൗതികവാദിയുടെ, നിർമ്മലവാദിയുടെ കണ്ടനാളങ്ങളിലേക്ക് ദാഹമുണ്ടാകുമ്പോൾ അവൻ ആവശ്യം ഒരു ഗ്ലാസ് വെള്ളമാണ്. ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയുള്ള രോദനങ്ങളും യാതനകളും വിലാപങ്ങളും ലോകത്ത് നിന്ന് നാം കേട്ടു. അമേരിക്കക്കാരന് പട്ടാളമുണ്ട്, നിങ്ങൾക്കറിയാം. ലോകത്തിന്റെ ഏത് കോണിനെ വേണമെങ്കിലും സെക്കൻഡുകൾ കൊണ്ട് തങ്ങളുടെ വിരലിന്റെ തുഞ്ചം കൊണ്ട് നമർത്തിയാൽ, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് ഭാഗം നശിപ്പിക്കണോ അതിന് അവൻ ആയുധമുണ്ട്, അതിനവൻ അധികാരമുണ്ട്, അതിനവന് സ്വാധീനമുണ്ട്. ആരെതിരെ ശബ്ദിച്ചാലും അവന്റെ നാവും അവന്റെ ചുണ്ടും സീല് വെക്കാൻ മാത്രമുള്ള സാമ്രാജ്യത്വപരമായ കരുത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഒരു ചുഴലി ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തപ്പെട്ടപ്പോ നാടുവിട്ട് വീടുവിട്ട് ലക്ഷക്കണക്കിന് 20 ലക്ഷത്തോളം ആളുകൾ കിട്ടിയ വാഹനങ്ങളിൽ തെരുവിലേക്ക് പാഞ്ഞിറങ്ങിയപ്പോ തെരുവിൽ വാഹനങ്ങളൊക്കെ കുടുങ്ങി. 20 ലക്ഷം ആളുകൾ സ്വന്തം വാഹനങ്ങളുമായി ഒരു തെരുവിലേക്ക് ഇറങ്ങുമുണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിസന്ധി അവർ അവിടെ അനുഭവിച്ചു. റോഡിൽ തെരുവിൽ അവർ കുടുങ്ങി, അവരുടെ വാഹനങ്ങൾ സ്തംഭിച്ചു, ഗതാഗത സ്തംഭനമുണ്ടായി. അവരുടെ വാഹനങ്ങളിൽ സൂക്ഷിച്ച വെള്ളം അവർക്ക് തീർന്നു, അവരുടെ ഭക്ഷണം തീർന്നു, വാഹനങ്ങളുടെ ഇന്ധനം തീർന്നു. അവർ അവിടെയുള്ള ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ എഴുതി വെച്ചു, വി വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ലോകമേ, ഏതെങ്കിലും ചാനലിന്റെ കണ്ണുകൾ അമേരിക്കക്കാരന്റെ ദുരിതം അനുഭവിക്കുന്ന അമേരിക്കക്കാരന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ആ ചാനലിന്റെ കണ്ണുകളിലൂടെ, ചാനലിന്റെ ക്യാമറയിലൂടെ ലോകം മുഴുവൻ കേൾക്കട്ടെ, ഞങ്ങൾക്ക് ആവശ്യം ഒരു ഗ്ലാസ് വെള്ളമാണ്. ആയുധക്കൂമ്പാരങ്ങളുടെ മുകളിൽ നിന്ന്, പണക്കൂമ്പാരങ്ങളുടെ മുകളിൽ നിന്ന്, ലോകത്തിന്റെ മുഴുവൻ അഹന്തയുടെ അധികാരത്തിന്റെ മുകളിൽ നിന്ന് ലോകത്തിത സെക്കൻഡുകളെ കൊണ്ട് വിടുങ്ങാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് ഗർജിക്കുന്ന, അഹന്ത പ്രകടിപ്പിക്കുന്ന മനുഷ്യനോട് അല്ല, ഒരിറ്റു വെള്ളം വേണമെങ്കിൽ ലോകത്തോടെ നിനക്ക് യാചിക്കേണ്ടെന്ന ഗതികേട് വരുത്താൻ സെക്കൻഡുകൾ മതി, നിന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം നാം പത്രങ്ങളിലൂടെ വായിച്ചു. ആ സംഭവമാണ്, ആ യാഥാർത്ഥ്യമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും നാം വിളിച്ചു പറയേണ്ടത്. ഇത് ഒരു പഞ്ചായത്തിന്റെ പ്രശ്നമാണ്, അവിടുത്തെ 100 കുടുംബങ്ങളുടെ പ്രശ്നമാണ്. അത് മറ്റു രൂപത്തിൽ പരിഹരിക്കാവുന്നതാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമുണ്ട്, അത് ലോകത്തോടുള്ള ചോദ്യമാണ്. അത് ജാതികൾക്കതീതമായ ചോദ്യമാണ്, മതങ്ങൾക്കതീതമായ ചോദ്യമാണ്, വിഭാഗീയതകൾക്കതീതമായ അതിശക്തമായ ഖുർആനിന്റെ ചോദ്യമാണത്. യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, നിർമ്മതവാദികളെ, ഭൗതികവാദികളെ, ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ജമാഅത്തുകാരെ, മുജാഹിദുകളെ, സുന്നികളെ, സോൾഡാറ്റിക്കാരെ, കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ അതെങ്ങാനും വറ്റി നശിച്ച് നഷ്ടപ്പെട്ടു പോയാൽ കുത്തിയൊഴുകുന്ന സുന്ദരമായ സ്വച്ഛജലം, കുടിക്കാൻ കഴിയുന്ന ദാഹമകറ്റുന്ന വെള്ളം കൊണ്ടുവന്നു തരാൻ കഴിവുള്ള ശക്തി ലോകത്താരാണുള്ളത്? ആ ശക്തിയെ പറ്റി പറയണം ക്യാമ്പസിനോട്. അത് സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിനുള്ള ആദ്യ ചുവടുവെപ്പാണ്. സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിനുള്ള ആദ്യ ചുവടുവെപ്പ് വെള്ളം തരുന്ന രക്ഷിതാവിനെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തലാണ്, മനുഷ്യനെ ബോധ്യപ്പെടുത്തലാണ്. കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങളാണോ കാർമേഘത്തിൽ നിന്ന് ബാഷ്പീകരണത്തിലൂടെ, സ്വേദനത്തിലൂടെ, മഴയായി വർഷിക്കുന്ന ചാക്രികമായ വെള്ളത്തിന്റെ അവസ്ഥകളിലൂടെ പരിണാമം വരുത്തി, മാറ്റം വരുത്തി കൊണ്ടുവന്ന് ശുദ്ധജലമാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത് നിങ്ങൾ ആണോ അതല്ല നാം ആണോ എന്ന പ്രപഞ്ച രക്ഷിതാവിന്റെ ചോദ്യം ക്യാമ്പസുകളിൽ ശക്തമായി ഉയരട്ടെ. അത് ഏത് ചിന്തിക്കുന്നവന്റെ, ഏത് ആലോചിക്കുന്നവന്റെ, ഏത് ബുദ്ധിയുള്ളവന്റെയും മനസ്സുകളിൽ അതിശക്തമായി പതിയും. നമുക്ക് കാരുണ്യം വേണം,
നമുക്ക് സ്നേഹം വേണം, നമുക്ക് അനുഭാവം വേണം, നമുക്ക് ഈ നാടിനോട് മുഴുവൻ, കൂടെ ജീവിക്കുന്ന മനുഷ്യനോട് മുഴുവൻ എല്ലാ വിഭാഗീയതകൾക്കും അതീതമായ അതിശക്തമായ കരുണാബോധവും ഗുണകാംക്ഷയും നമുക്കുണ്ടാകണം. ആ ഗുണകാംക്ഷയുണ്ടെങ്കിലേ രക്ഷിതാവിനെ പറ്റി ലോകത്തോട് നാം സംസാരിക്കൂ, രക്ഷിതാവിന്റെ ആദർശങ്ങളെ കുറിച്ച് ലോകത്തോട് നാം സംസാരിക്കൂ. ഹൈവേ കുറിച്ച് 10 വാഹനങ്ങൾക്കോ 1000 വാഹനങ്ങൾക്കോ പോകാനുള്ള ഹൈവേ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതൊരു പ്രശ്നമായി ഏറ്റെടുക്കാൻ നമ്മുടെ തലകൾക്ക് കഴിയില്ല. അതിന്റെ കാരണം അതിനേക്കാൾ മൗലികമായ ചില പ്രശ്നങ്ങൾ നമ്മുടെ തലകളുടെ തലങ്ങളിൽ വെക്കാനുണ്ട് എന്നതുകൊണ്ടാണ്. നമുക്ക് സംസാരിക്കാനുള്ളത് കേരളത്തിലെ ഒരു ദേശീയപാതയെ പറ്റിയോ, കേരളത്തിലെ ഏതെങ്കിലും റോഡിനെ പറ്റിയോ, കേരളത്തിലെ ഏതെങ്കിലും പാലത്തെ പറ്റിയോ അല്ല. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ആരെയും പരിഹസിക്കാനല്ല, ആരുടെയും അജണ്ടകളെ ചോദ്യം ചെയ്യാനല്ല, ആരുടെയും പ്രവർത്തനങ്ങളെ കുറച്ചു കാണിക്കാനല്ല. റോഡുകളെ പറ്റി, കേരളത്തിലെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റോഡുകളെ പറ്റി പറയുന്നതിനേക്കാൾ മൗലികമായി മനുഷ്യനോട് പറയേണ്ടത് സിറാത്ത് പാലത്തെക്കുറിച്ചാണ്. സിറാത്ത് പാലത്തെക്കുറിച്ച് ലോകത്തോട് പറയണം, മനുഷ്യനോട് പറയണം, മനുഷ്യ മസ്തിഷ്കങ്ങളോട് പറയണം. ഇതാ ജീവിതം അവസാനിപ്പിച്ച് ജാതി മത ചിന്തകൾക്കതീതമായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പ്രപഞ്ച രക്ഷിതാവിന്റെ അലംഘനീയമായ വിധിക്കുത്തരം നൽകി ഭൂമി ലോകത്തുനിന്ന് കടന്നുപോയാൽ രക്ഷിതാവിന്റെ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ലോകമുണ്ട്. സിറാത്ത് പാലത്തിലൂടെ മനുഷ്യർക്ക് കടന്നു പോകണം. ജാതി വ്യത്യാസം അവിടെയില്ല. ആ സിറാത്ത് പാലത്തെ കുറിച്ച് ലോകത്തുള്ള മനുഷ്യരോട് നാം സംസാരിക്കണം. അതല്ലാത്തതെല്ലാം ശാഖാപരമായ വിഷയങ്ങളാണ്. സിറാത്ത് പാലത്തെ കുറിച്ചുള്ള വിഷയം മൗലികമായ വിഷയമാണ്. ആ മൗലികമായ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. നാം പ്രതികരിക്കണം, എന്തിനോടും പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഹബീബാണ്, നമുക്ക് പ്രിയപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവനേക്കാളേറെ നാം ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലേഖനം കൊണ്ടല്ല, ഒരു ചിത്രം കൊണ്ടല്ല, ഒരു പേനയുടെ നാമ്പ് കൊണ്ട് ഒരു പേപ്പറിൽ ഒരു ചെറിയ കുത്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അതിന്റെ പേരിൽ വേദനിക്കുന്ന മനസ്സ് വിശ്വാസികൾക്ക് ഉണ്ടാകണം. അത് വികാരമല്ല, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ സ്വന്തം ജീവനേക്കാളേറെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവൻ ഇഷ്ടപ്പെട്ടവനായി തീരണമെന്നത് ഇസ്ലാമിന്റെ മൗലികമായ അധ്യാപനത്തിന്റെ ഭാഗമാണ്. ആ അധ്യാപനത്തിന്റെ ഭാഗമായി സ്നേഹം മനസ്സിന്റെ അകത്തളങ്ങളിൽ പ്രവാചകനെ സംബന്ധിച്ച് കാത്തു സൂക്ഷിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ബഹിർഗമനം അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ ശബ്ദിക്കുന്നവർക്ക് നേരെ നാം പുറപ്പെടുവിക്കുമ്പോൾ നമുക്കുണ്ടാകണം വിവേകം, നമുക്കുണ്ടാകണം വിചാരം. അജണ്ട ഉണ്ടാക്കുന്നവന്റെ താല്പര്യമെന്ത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഡാനിഷ് പത്രത്തിന്റെ ഇത്തിരി പോന്ന കോളത്തിൽ ഒരു ചെറിയ ചിത്രം വരച്ച് അത് ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിക്കുന്നവന് ഒരജണ്ടയുണ്ട്. ആ അജണ്ട കടിവരയിടുന്ന ആളുകളായി ലോകത്ത് മുസ്ലിങ്ങൾ മാറരുത്. കോഴിക്കോട് പട്ടണത്തിലെ ഇസ്ലാമിന്റെ ഒരു ശത്രുവിന്റെ മനസ്സിലെങ്കിലും മുഹമ്മദ് നബിയെ തെറ്റിദ്ധരിച്ച ഒരു മനുഷ്യന്റെ കാതിലെങ്കിലും ആരാണ് മുഹമ്മദ് നബി എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രതിഷേധങ്ങളുടെ ഭാഗമായി, പ്രതികരണങ്ങളുടെ ഭാഗമായി അത് നമുക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. അതിന് നമ്മൾ സന്നദ്ധമാണോ എന്നതാണ് ചോദ്യം. കഴിയുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ തെറ്റിദ്ധരിച്ച മനസ്സുകളോട്, അള്ളാഹുവിന്റെ പ്രവാചകനെ വികലമായി ചിത്രീകരിച്ച് വികലമായ ചിത്രങ്ങൾ മനസ്സുകളിലും മസ്തിഷ്കങ്ങളിലും രൂപപ്പെടുത്തി വെച്ചവനോട് ജാതിയും മതവും നോക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി ശബ്ദിക്കുവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുവാൻ കഴിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ജനിച്ചു വീണത് ചരിത്രത്തിന്റെ നടുമുറ്റത്തേക്കാണ്. മുഹമ്മദ് നബി ജനിച്ചതവിടെ ചരിത്രം വാചാലമാണ്. ആരാണ് പിതാവ്? ചരിത്രത്തിന് ഉത്തരമുണ്ട്. മാതാവ് ആരാണ്? ചരിത്രത്തിന് മറുപടിയുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ബാല്യം, അവിടുത്തെ കൗമാരം, അവിടുത്തെ യുവത്വം, അവിടുത്തെ വാർദ്ധക്യം എല്ലാം കൃത്യമായി പറയും. മുഹമ്മദ് നബി ജനിച്ച് 63-ാമത്തെ വയസ്സിൽ അവിടുത്തെ തിരുവഫാത്ത് സംഭവിക്കുന്നത് വരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏത് ദിവസം നിങ്ങൾക്കറിയണം, ചരിത്രം രേഖയാണ്. ഏത് മണിക്കൂർ നിങ്ങൾക്കറിയണം, ചരിത്രം രേഖയാണ്. ഏത് മിനിറ്റ് നിങ്ങൾക്കറിയണം, ചരിത്രം രേഖയാണ്. ഏത് സെക്കൻഡ് നിങ്ങൾക്കറിയണം, ചരിത്രം രേഖയാണ്. ആ ചരിത്രത്തിന്റെ രേഖ വെച്ച് ഇസ്ലാമിന്റെ ശത്രുവിനോട്, മുഹമ്മദ് നബിയുടെ ശത്രുവിനോട്, മുഹമ്മദ് നബിയെ, ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ വികലമായി ചിത്രീകരിക്കുന്നവനോട് നമുക്ക് ശബ്ദിക്കാൻ കഴിയില്ലേ? നമുക്ക് വർത്തമാനം കഴിയാൻ കഴിയില്ലേ? അവരെ തിരുത്താനുള്ള കെൽപ്പും കരുത്തും ആദർശപരമായ ആർജവവും നേടിയെടുക്കാൻ MSMലെ പ്രവർത്തകന്മാർക്കാകില്ലേ? ഇത് കാലഘട്ടം നമ്മളോട് ചോദിക്കുന്ന, അതിശക്തമായി ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ ക്യാമ്പസ്, ഈ സമ്മേളനം, നമ്മുടെ ഒത്തുകൂടൽ
ഒരു അനുഗ്രഹീതമായ വേദിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം സംസ്കാരങ്ങളുടെ വീണ്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് ആരംഭിച്ചോ അവിടുന്ന് ആരംഭിക്കാൻ നമുക്ക് കഴിയണം. മുഹമ്മദ് നബി ചരിത്രത്തിലെന്നും വിമർശിക്കപ്പെട്ടു. മുഹമ്മദ് നബി ചരിത്രത്തിലെന്നും വികലമാക്കപ്പെട്ടു, തെറ്റിദ്ധരിക്കപ്പെട്ടു. മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ജ്യോത്സ്യനാണെന്ന് പറഞ്ഞു, കള്ളനാണ്, കദ്ദാബ്, പെരുങ്കള്ളനാണ് എന്ന് മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞു. അവിടുത്തെ മുൻപല്ല് പൊട്ടിച്ചു, അവിടുത്തെ കവിളിൽ മുറിവ് വരുത്തി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാരെ കൊണ്ടുവന്ന് ചാർത്തി. നിങ്ങൾക്കറിയുമോ ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കുമോ? അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾക്ക് കാണാം മക്കയിലെ പ്രതീക്ഷയേറ്റ്, പ്രബോധന പ്രവർത്തന രംഗത്ത് മക്കയിലെ പ്രതീക്ഷയേറ്റപ്പോ കുടുംബങ്ങളും ബന്ധുക്കളുമുള്ള ത്വായിഫിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന പ്രവാചകനെ ചരിത്രത്തിന്റെ വർത്തമാനങ്ങളിലൂടെ നാം വായിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വാസിയുടെ മനസ്സിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നത് പോലെ നമുക്ക് തീവ്രമായി അനുഭവപ്പെടുന്നു. ത്വായിഫിലെ അങ്ങാടിപ്പിള്ളേർ കല്ലെടുത്തെറിഞ്ഞ് വടികൊണ്ടടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലിൽ നിന്ന് ചോരയൊലിപ്പിച്ച് ത്വായിഫിൽ നിന്ന് മടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ ജനതക്കുള്ള ശിക്ഷ അങ്ങ് തീരുമാനിക്കണം. അള്ളാഹുവിന്റെ സൈന്യം അതിന് സന്നദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്താണ്? അവർ അറിവില്ലാത്തവരാണ്, അവർക്ക് പൊറുക്കപ്പെടണമെന്നാണ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ വജ്രശോഭയോടെ ഉയർന്നു നിൽക്കുന്ന തനത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ആ റസൂലിൽ നിന്നാണ് നാം പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലൂടെ, നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ നാം പ്രതിനിധാനം ചെയ്യുക. ഒരു സമൂഹത്തെ സാംസ്കാരികമായ ഔന്നിത്യത്തിലേക്ക് കൊണ്ടുവരാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച മാർഗമേതോ, മാനദണ്ഡമേതോ, മാർഗക്രമമേതോ, അതേ മാർഗക്രമങ്ങളും മാനദണ്ഡങ്ങളും രീതിശാസ്ത്രങ്ങളും ഉപയോഗിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് ശക്തമായി കടന്നു വന്ന് സംസ്കാരങ്ങളുടെ വീണ്ടെടുപ്പിന് കഴിയുന്ന ശക്തമായ ആദർശത്തിന്റെ കരുത്താർജിച്ച് ഈ സമ്മേളന വേദികളിൽ നിന്ന് തിരിച്ചു പോകാൻ നിങ്ങൾക്കാകട്ടെ, നമുക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നേതാ ഇന്നാ ഞങ്ങൾ ഖുർആൻ സുന്നത്ത് അംഗീകരിച്ചവരാണ്, ഓലൊക്കെ സ്വർഗത്തിൽ പോവുക? ഇല്ല. അവരൊരു വലിയൊരു കൂട്ടരുണ്ട്, മുനാഫിക്കുകൾ എന്ന് പറയും. ഓലും നരകത്തിലെ അല്ലദീനഹും ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവർ നരകത്തിന്റെ അടിയിലത്തെ തട്ടിലാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, ഓലും നരകത്തിലെ. പിന്നെ വേറെ കൂട്ടർ മുനാഫിക്കുകളൊന്നുമല്ല, നല്ല തന്നെയായിരിക്കും, ഉദ്ദേശമൊക്കെ നല്ലതായിരിക്കും. നല്ല ഉദ്ദേശത്തോടു കൂടി ശിർക്കിന് ഇത്ര ആൾക്കാരുണ്ട്, നല്ല വിചാരിച്ചത് മതം പറഞ്ഞു തന്നെ എന്ന രൂപത്തില് ഒരുപാട് ശുബ്ഹാത്തുകളുടെ പിന്നാലെ പോയി അങ്ങനെ കക്ഷികൾ, ഇതാണ് ഈ കക്ഷികൾ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ നിന്ന് തന്നെ വേറിട്ട് പോയ അനവധി കക്ഷികൾ. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരെ പണിയാണ് ആയത്തുകളും ഹദീസുകളും ചോദ്യം ചെയ്യാതെ അതിന്റെ മുമ്പിൽ കീഴടങ്ങുക. ഹദീസിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാന് ഇഷ്ടപ്പെട്ട നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.